എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മിന്നു മുനീർ ചേച്ചി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അവർ കുറേ നാളുകൊണ്ട് രംഗത്താണ്. എന്നിരുന്നാൽ പോലും ഒന്ന്, അവർക്കെതിരെ ഒരു വധഭീഷണി മുടക്കിയിരിക്കുകയാണ്. രണ്ട്, അവർക്കെതിരെയുള്ള പോക്സോ കേസിലെ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുകയാണ്. ആ വിഷയം നമ്മൾ പറയുന്നില്ല കേട്ടോ, അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് നമ്മൾ അധികം കൊണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല. മൂന്നാമതായുള്ളൊരു കാര്യം, ഇവർക്കെതിരെ സംസാരിച്ച ഒരു യൂട്യൂബറെ ഇവർ പഞ്ഞിക്കിടാൻ ശ്രമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ ഘടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ മുഖം ഇടയ്ക്ക് കാണുന്നൊരു പോരായ്മ മാത്രമേ ഉള്ളൂ. ഇത് പോകെ സെറ്റാകുള്ളൂ. നമ്മളൊരു വൈബ് സെറ്റാവും തന്നെയാണ് എൻ്റെ ഇതുവരെയുള്ളൊരു അനുമാനം. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ മിന്നു മുനീർ ചേച്ചിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഈ ചേച്ചി പെട്ടെന്നൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴത്തേനും പൊട്ടിമുളച്ചിട്ട് പുള്ളിക്കാരി 5 സിനിമയിൽ അഭിനയിക്കുകയും പുള്ളിക്കാരി 500 പേര് പീഡിപ്പിക്കാൻ ശ്രമിച്ചൊരു സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് മലയാള സിനിമാ മേഖലയിൽ മലയാള സിനിമ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന ഏതൊക്കെ നടന്മാരുണ്ടോ ആ നടന്മാരെല്ലാവരും ഈ ചേച്ചിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ചേച്ചി റിപ്പോർട്ടറിൽ പോയിരുന്ന് സംസാരിച്ച് നമ്മുടെ അരുൺ ചേട്ടൻ ചേച്ചിയെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അരുൺ ചേട്ടനുമായിട്ടും സെറ്റല്ല. അരുൺ ചേട്ടന് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, എൻ്റെ അരുൺ ചേട്ടാ സൂക്ഷിച്ചോട്ടോ, ഈ ചേച്ചിയുടെ വീടിനടുത്തുള്ളൊരു നെയ്ബർ പറയുന്ന ഓട്ടോക്കാർക്ക് വരെ പേടിയാണ്. നാളെ ഓട്ടോക്കാരുടെ പേരോട് പറയുന്നത്. അപ്പോൾ അരുൺ ചേട്ടൻ മെസ്സേജ് കൊടുത്തത് അരുൺ ചേട്ടൻ്റെ തെറ്റായി ഞാൻ കണക്കാക്കുന്നു. അരുൺ ചേട്ടൻ്റെ പേരിൽ ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഭയപ്പെടേണ്ടതില്ല. എല്ലാം മിന്നു ചേച്ചിയുടെ ഒരു കളിയായിട്ട് നമ്മൾ കണ്ടോണം. ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ആദ്യം നമുക്ക് ചേച്ചിക്കെതിരെ വന്ന വധഭീഷണിയെക്കുറിച്ച് സംസാരിക്കാം. ചേച്ചിക്കെതിരെ ഒരാൾ ഫേസ്ബുക്കിൽ അതിക്രൂരമായിട്ടുള്ള വധഭീഷണി മുഴക്കിയിരിക്കുകയാണ്. JONN എബ്രഹാം, സ്പെല്ലിംഗ് ഒക്കെ തെറ്റാട്ടോ. ആ പുള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം പുള്ളി അയച്ചിരിക്കുന്ന മെസ്സേജ്, ഹായ്, എന്താ തൻ്റെ പ്രോബ്ലത്തിൻ്റെ സ്പെല്ലിങ്ങും തെറ്റാണ്. ആ പോട്ടെ. താനും ലെനയും തമ്മിൽ എന്താ പ്രോബ്ലം? അപ്പോൾ ലെനയുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു. കാരണം മറ്റേ ബാലചന്ദ്ര മേനോനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പുള്ളിക്കാരി കൂടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാമചന്ദ്രൻ സാർ എന്താ പ്രോബ്ലം? രാമചന്ദ്രൻ സാർ ആരാണെന്നൊരു പിടിയില്ലല്ലോ. അവരെക്കുറിച്ച് ഇനിയെങ്ങാനും താൻ സംസാരിച്ചാൽ തലയില്ലാത്ത ശവം കടലിൽ പൊങ്ങും. ഇതൊക്കെയാണ് ചേട്ടൻ അയച്ചേക്കുന്ന മെസ്സേജ് കേട്ടോ. നമ്മുടെ ജോൺ ചേട്ടൻ അയച്ചേക്കുന്ന മെസ്സേജ് കേട്ടല്ലോ. ഇനിയെങ്ങാണ്ടും തൻ്റെ സംസാരം എവിടെയെങ്കിലും കേട്ടാലുണ്ടല്ലോ, സോറി എൻ്റെ തെറ്റാ, പിന്നെ തന്നെ ആരും കാണില്ല കേട്ടോ, ഇതോടെ നിർത്തിക്കോ കേട്ടല്ലോ. വായ ഉള്ളത് കൊണ്ട് താൻ സംസാരിക്കുന്നേ, തല പോയാൽ പിന്നെ സംസാരിക്കില്ലല്ലോ. ലെനയെക്കുറിച്ചോ രാമചന്ദ്രൻ സാറിനെ കുറിച്ചോ ഇനി താൻ സംസാരിച്ചാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല. സൂക്ഷിച്ചാൽ തനിക്ക് കൊള്ളാമാണോ കൊല്ലമായിരിക്കത്തില്ല. എന്നെക്കൊണ്ട് ഇനി മെസ്സേജ് ചെയ്യിക്കരുത് കേട്ടല്ലോ. ഇനിയെങ്ങാനും അവരെക്കുറിച്ച് തൻ്റെ സംസാരം എവിടെങ്കിലും കേട്ടാൽ പിന്നെ തന്നെ ആരും കാണില്ല. ഖതം കൊന്നുകളയും. തൻ്റെ കുത്തിക്കഴപ്പ് ഞാനങ്ങ് മാറ്റിത്തരും കേട്ടോടി. ആളുണ്ടെങ്കിലല്ലേ ജാമ്യം കിട്ടൂ, ഇല്ലാതെ എനിക്കെങ്ങനെയാ ജാമ്യം കിട്ടുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആട്ടെ, തനിക്കുള്ള പണി ഞാൻ തരാം, കരുതിയിരുന്നോ. തന്നെ പൊക്കാൻ വെറും മിനിറ്റുകൾ മതി എനിക്ക്. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് കേട്ടല്ലോ. ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇതൊക്കെയാണ് പുള്ളിക്കാരിക്ക് ഫേസ്ബുക്കിൽ വന്ന വധഭീഷണി മെസ്സേജ്. ദി ചേട്ടൻ ഇനി ലെനയുടെയോ രാമചന്ദ്രൻ സാറിൻ്റെയോ വല്ല അടുത്ത ബന്ധുവാണോന്ന് അറിയില്ല. അത് ഇനി ഈ ചേച്ചി തന്നെ റീച്ചിന് വേണ്ടി കുത്തിപ്പൊക്കിയാണെന്ന് അറിയാൻ പാടില്ല. കാരണം ഈ ചേച്ചി പറയുന്ന ഒരു സാധനത്തിനും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ചേച്ചി ഇങ്ങനെ ഒരു ദിവസം ഉറക്കം എണീറ്റ് കഴിയുമ്പോഴത്തേന് ഈ ചേച്ചി കുറേ സിനിമ ഭയങ്കര അഡിക്റ്റഡ് ആട്ടോ. ഈ ചേച്ചി കുറേ സ്വപ്നങ്ങൾ കാണും. ഈ സ്വപ്നത്തിൽ ഏതൊക്കെ നടന്മാർ വന്നു പോകുന്നുണ്ടോ അവരുടെ എല്ലാം പേര് അന്ന് രാവിലെ ഉറക്കം എണീക്കുമ്പോൾ തന്നെ എഴുതി വെക്കും. അടുത്ത ദിവസം ചാനലിൽ വന്നിട്ട് ഇദ്ദേഹം പീഡിപ്പിച്ചു, അദ്ദേഹം പീഡിപ്പിച്ചു, മറ്റയാൾ പീഡിപ്പിച്ചു, അയാളുടെ ചേച്ചിയുടെ മോൻ്റെ കുഞ്ഞിൻ്റെ മറ്റവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ചേച്ചി അങ്ങ് ലിസ്റ്റ് വിട്ട് ഇനി കേരളത്തിൽ ആ ലിസ്റ്റിൽ കയറി പറ്റാൻ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഈ പുള്ളിക്കാരനുണ്ടല്ലോ, നമ്മുടെ ഈ ജോൺ എബ്രഹാം, തെറ്റിച്ച സ്പെല്ലിങ്ങുള്ള ചേട്ടൻ,
ഈ ചേട്ടൻ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ചേട്ടൻ മെയ് 1 ഈ പ്രൊഫൈൽ പിക്ചറൊക്കെ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ചേട്ടൻ്റെ അക്കൗണ്ട് ഇപ്പോൾ വാനിഷിങ് ദ ബ്യൂട്ടി മറഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഭീഷണി മുഴക്കുന്നവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ടീമുകളും എന്തെങ്കിലും വന്നു കഴിഞ്ഞ ഉടനെ ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും സൈബർ സെല്ലിനെ കൊണ്ട് ഇതെല്ലാം വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്നതിന് IP അഡ്രസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ സാധനം വെച്ചിട്ട് എന്ത് പറ്റും, പോലീസുകാർക്ക് നിങ്ങളെ പൊക്കാൻ പറ്റുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഈ ചേച്ചിയാണെങ്കിൽ ഇതിനോടനുബന്ധിച്ച് പോലീസിന് കേസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പതിവില്ലാതെ പോലീസിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. കേരള പോലീസിന്റെ ശക്തി നിനക്കറിയാമോ, കേരള പോലീസ് പഴയ പോലെയല്ല, നിന്നെയൊക്കെ പൊക്കിയിരിക്കും തൂക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പരാതി കൊടുക്കുന്ന സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഫോണിൽ കൂടെ ഏതായാലും ചേട്ടൻ്റെ പരാതി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനി ഈ ചേച്ചിയുടെ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, ഈ ചേച്ചി വന്നിരുന്ന് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാധ്യമത്തിന് മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഇത് കുറേ പേര് കേട്ട് കഴിയുമ്പോഴത്തേനും ഇതിനെതിരെ സ്വാഭാവികമായിട്ട് ഈ ചേച്ചിയുടെ തള്ളു കേൾക്കുമ്പോഴേ ഇത് സത്യമാണെങ്കിൽ പോലും നമുക്ക് തള്ളാന്ന് മനസ്സിലാവും. കുറച്ച് മറ്റേ ഉപ്പും മസാലയൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്കത് കള്ളമെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ചേച്ചിക്കെതിരെ വിമർശനങ്ങൾ വരും. ഈ ചേച്ചിക്കെതിരെ നമ്മുടെ ബീന ആൻ്റണിയുടെ ഭർത്താവ് മനോജ് ഏട്ടനൊന്ന് വിമർശിച്ചിരുന്നു. അദ്ദേഹത്തിന് ചെറിയ ശാരീരിക അസുഖങ്ങളൊക്കെ വന്നിട്ട് ശാരീരിക ബുദ്ധിമുട്ട് വന്നിട്ട് പുള്ളി ഇപ്പോൾ അഭിനയത്തിൽ അത്ര ആക്റ്റീവ് അല്ല, കൂടുതലും യൂട്യൂബിലാണ്. കുറേ നാളുകൾ കൊണ്ട് പുള്ളി ചില സാമൂഹിക പ്രശ്നങ്ങളും ബിഗ് ബോസിൻ്റെ കാര്യങ്ങളും എല്ലാം വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഉടായ്പ ഉണ്ടപ്പോഴത്തേനും പുള്ളി തെറ്റു പറയാൻ പറ്റുമോ? പുള്ളി വിമർശിച്ചപ്പോൾ ചേച്ചി തിരിച്ച് പ്രതികരിച്ചു. ആദ്യം നമുക്ക് പുള്ളിയുടെ വിമർശനം കാണാം. പണ്ടത്തെ മുത്തുച്ചിപ്പി, പണ്ടത്തെ ഈ മറ്റേ സെക്സ് വാരികളൊക്കെ വായിക്കുന്ന ഒരു പ്രത്യേക സുഖം പ്രേക്ഷകരിൽ ഇങ്ങനെ ഓരോരുത്തരുടെ നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും. അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഇപ്പൊ അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല, അതൊക്കെ അവരുടെ സ്വകാര്യത, അവരുടെ കാര്യം, അവരുടെ അവകാശം, നമ്മൾ കുറ്റം പറയുന്നില്ല. അപ്പൊ നമ്മുടെ ന്യൂ ചേച്ചി, അപ്പൊ അദ്ദേഹം ഈ ന്യൂ ചേച്ചി എന്ന് വിളിക്കാനുള്ള കാരണം, ഇവര് ഏത് ഇന്റർവ്യൂവിൽ പോയാലും എന്ത് കാര്യം ചോദിച്ചാലും അവര് അപമര്യാദയായിട്ട് പെരുമാറിയപ്പോൾ ഞാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതാണ് ഈ ന്യൂ ചേച്ചിയാക്കി ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിനെതിരെ നമ്മുടെ മിനി ചേച്ചി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു തരാം കേട്ടോ. ചിരി കോടിപ്പോയിട്ടും പഠിച്ചില്ല, അദ്ദേഹത്തിന് മറ്റേ അസുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. ശരി, ഇങ്ങനെ വിരളിലെണ്ണാവുന്ന സ്ത്രീകളാണ് നടന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ചക്കിക്കൊത്ത ചങ്കരനായ ഭർത്താവും ആരെ കെട്ടിപ്പിടിച്ചാലും നോ പ്രോബ്ലം, നമുക്ക് ക്യാഷ് കിട്ടിയാൽ മതി. മീനി ചേച്ചി വേറൊരാളെ കുറിച്ച് പറയാം കേട്ടോ, അല്ലാത്ത സ്വന്തമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. പേഴ്സണൽ കാര്യം പ്രൈവറ്റായി മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല ആളാണ് പറയുന്നത്. മലയാളികളെ ഊളകളാക്കുന്ന കാപട്യം, ഇതൊക്കെ ആരെ പറയുന്നത് നോക്കണം കേട്ടോ. ഇതൊക്കെ മീനി ചേച്ചി ഇട്ട സാധനമാണ്. മറ്റൊരാളെ കുറിച്ച് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ സംഭവം. ഈ സാധനം ഇട്ടതിൻ്റെ കൂടെ തന്നെ ഈ നമ്മളിപ്പോൾ വീഡിയോ കണ്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീന ആൻ്റണി നമ്മുടെ നടൻ സിദ്ദിഖിനെ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ച സമയത്ത് കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടാണ് ഈ സാധനങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കത്തും. ഇതൊന്നും പൊതുവേ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, പക്ഷേ അവളുടെ കെട്ടിയോൻ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു. അത് ആ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ പറയാൻ അവനെന്ത് യോഗ്യത? ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത? അവൻ്റെ ഭാര്യ പത്തരമാറ്റ് തങ്കം എന്ന് ഇത് കാണുമ്പോൾ അറിയാം. ചേച്ചി 11.5 മാറ്റ് തങ്കം പോടുന്നു. സ്വന്തം കണ്ണിൽ തടിയെടുക്കുമ്പോൾ മറ്റവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്ന സോ കോൾഡ് ഭർത്താവ്. ചേച്ചിയുടെ ഭർത്താവിലേക്ക് നമുക്ക് വരാം, ബാക്കിയോടെ പറഞ്ഞിട്ട് നമുക്ക് വരാം. ന്യൂ ചേട്ടൻ ആരെയോ പേടിക്കുന്നു. അതെ, ഈ കുംഭസാരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ അല്ലേ? മുൻകൂർ ജാമ്യം ചേച്ചിക്ക് കിട്ടാത്തതിലുള്ള വിരോധമല്ലിത്, അതിനുള്ള പ്രതിഷേധമല്ലിത് നിങ്ങൾ മനസ്സിലാക്കണം. നാളെ ഇവൻ്റെ പേരാരെങ്കിലും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത് എന്ന മുൻകൂർ ജാമ്യം വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ പൊന്നു ചേച്ചി പറയല്ലേ. ഇവൻ്റെ സീരിയൽ നടി ഭാര്യയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമാണ് ചേച്ചിയെക്കുറിച്ചും. യോധ എന്ന സിനിമയിൽ നടന്ന കലാപ്രകടനം ഇവിടെ പറയുന്നില്ല, വേണമെങ്കിൽ വീഡിയോ ഇടാം. വീഡിയോ ഇടേ, ചേച്ചിയുടെ ഇല്ലാത്ത വീഡിയോയോ? ശരി, ഈ സംഭവം ഇവിടെ നിൽക്കട്ടെ. ഇതിനോടനുബന്ധിച്ച് ഈ ചേച്ചി ബീന ആൻ്റണി ചെന്നിട്ട് സിദ്ദിഖൊക്കെ കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു മാന്യദേഹം ഈ കാര്യത്തെക്കുറിച്ച് വിവരിക്കുന്നതുമുണ്ട്. കാണിച്ചു തരാം, കണ്ടിട്ട് വരൂ. സ്ത്രീകളുടെ വേദന എന്താന്ന് അവൻ അറിയത്തില്ല. ശരി, ഇവരെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വെളിയിൽ ഇവൻ വെറും ഭാര്യയുടെ ഇതായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. തലമറന്ന് എണ്ണ വയ്ക്കുന്ന പരിപാടിയില്ല. മറ്റ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക വ്യത എന്താണ് എന്നുള്ളത്
അറിഞ്ഞൂടാ. ഇപ്പൊ ഈ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന ഒരു വീഡിയോ, അതൊന്നും ശരിയായ നടപടിയല്ല. അതൊന്നും എന്താ പറയണ, ഇനി എത്ര അടുപ്പമുള്ള ഒരു ഇതാണ് എങ്കിൽ പോലും അത്തരം ചില നിലപാടുകളൊക്കെ അത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നുവെച്ചാൽ ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ബീന ആന്റണിയെ കുറിച്ച് ഇവിടെ ആർക്കാണ് അറിയാത്തത്? എറണാകുളത്തെ പോസ്റ്റുകൾക്ക് വരെ അറിയാം. അപ്പോൾ നമ്മുടെ ഈ ചേട്ടൻ പറയുന്നത് സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ചത് ശരിയല്ല എന്നുള്ളതാണ്. ശരിയാ, സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ചത് ശരിയല്ല. പക്ഷേ മുകേഷ് ഫ്ലാറ്റിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയിട്ട് പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവിടാം, അത് ശരിയാണ്. ബാലചന്ദ്ര മേനോൻ 3 തവണ നട്ടപ്പാതിരയ്ക്ക് വിളിച്ചപ്പോഴത്തേനും അവിടെ ചെന്ന് നിന്ന് പുള്ളി അവിടെ പോയി നിന്ന്, അത് കുഴപ്പമില്ല, അത് ശരിയാണ്. പിന്നെ ഇടവേള ബാബു അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തി, അത് ശരിയാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ സിദ്ദിഖ് ഇവരെ കെട്ടിപ്പിടിച്ചത് ശരിയല്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നും, ഈ ചേട്ടൻ ആരാ വന്നിരുന്ന് ഘോരം പ്രസംഗിക്കാൻ, ഇവരെ എത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, അവരെ എത്ര എതിർക്കുകയും ചെയ്യാൻ, ബീന ആന്റണി നേരിട്ട പ്രശ്നങ്ങളും ഇയാളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറയുന്നില്ല, ചേച്ചി തന്നെ പറഞ്ഞു തരും. ഏതാ നമ്മുടെ മിനി ചേച്ചി തന്നെ പറഞ്ഞു തരും. കണ്ടിട്ട് പോയോ? I would like to introduce my husband, Mr. Muhammad Munir Abdul Latif. He's working in Australia. He's a New Zealand citizen. His origin from Malaysia. ഈ ചേച്ചിയുടെ പുരുഷനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. എൻ്റെ ഇത്രയും നാളത്തെ വീക്ഷണകോണത്തിൽ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് ഈ ലോകത്തിലെ ഒരേ ഒരാൾ ഈ പുള്ളിക്കാരനാണ്. ബാക്കി എല്ലാവർക്കും ചേച്ചി പറയുന്ന കള്ളത്തരമെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ചേട്ടൻ പറയുന്നത് ശരിയാണെങ്കിലും ചേട്ടാ, എനിക്കൊരു സംശയം. ചേട്ടൻ്റെ ഭാര്യയെ കാലാകാലങ്ങൾ കൊണ്ട് പലരായിട്ട് വെച്ച് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്നു. ചേട്ടൻ ഇത്ര നാളെ എവിടെ പോയി കിടക്കുമായിരുന്നു? ഈ ബാലചന്ദ്ര മേനോനെ ഈ ചേച്ചിക്കറിയാം, ഇടവേള ബാബുവിനെ ഈ ചേച്ചിക്കറിയാം, മുകേഷിനെ ഈ ചേച്ചിക്കറിയാം. നിങ്ങളുടെ ഫ്ലാറ്റിൽ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പൈസ കടം ചോദിച്ചു. അപ്പോൾ മുകേഷിനൊക്കെ നമ്പറുണ്ട്. എന്നിട്ട് ചേട്ടൻ ഇത്ര നാൾ അനങ്ങാതിരുന്നില്ലയോ? ചേട്ടൻ കൊള്ളാമല്ല. എന്നിട്ടാണ് ചേട്ടൻ ഇരുന്ന് അടുത്ത ആളെ കുറ്റം പറയുന്നത്. ഏതായാലും നമ്മുടെ മിനി ചേച്ചി ഇനി അടുത്ത ആരുടെയൊക്കെ ലിസ്റ്റ് പുറത്തു വിടുമെന്നുള്ള ആകാംക്ഷയിലാണ് കേരള ജനത ഓരോരുത്തരും. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രശസ്തരായ ആളുകളെയാണ് പറയുന്നതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെല്ലാം സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം സേഫായിട്ടിരുന്നോളുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, സഭ്യമായ ഭാഷയിൽ മാത്രം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.